ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മുടെ മൗണ്ട് മെറു ട്രെക്കിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ തന്നെ എണീറ്റു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇനി വേണം നമുക്ക് സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് മിരാക്കംബൈ ഹട്ടിലാണ്. സോ ഇവിടെ നിന്ന് സാഡിൽ ഹട്ടിലോട്ടാണ് നമുക്കിന്ന് പോവേണ്ടത്. സാഡിൽ ഹട്ടിലോട്ട് ഒരു 6 കിലോമീറ്റേഴ്സ് ആണുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അക്ലിമൈസേഷൻ ഹൈക്കിംഗ് കൂടെ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അതൊരു 3 കിലോമീറ്റേഴ്സേ വരുള്ളൂ. ഇത് നമ്മുടെ ഹട്ടിൽ നിന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. പക്ഷേ കോട കയറിയത് കാരണം നമുക്ക് അത്ര തെളിഞ്ഞിട്ടൊന്നും കാണുന്നില്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡൈനിങ് ഹാള്. ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇവിടെ റണ്ണിങ് വാട്ടർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ അത് പറ്റും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് തണുപ്പായതുകൊണ്ട് ബ്രഷ് ചെയ്യാനും കാര്യങ്ങൾ നമുക്ക് ആ തണുത്ത വെള്ളം യൂസ് ചെയ്യാൻ അത്രയ്ക്കും തണുപ്പാണ്, പറ്റില്ല. അപ്പം നമ്മുടെ ഗൈഡ് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് 2 ബൗള് ഹോട്ട് വാട്ടർ തരും. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. സോ നമ്മുടെ കൂടെ വരുന്ന പോർട്ടേഴ്സ് നമുക്ക് ആവശ്യമുള്ള ഫുഡ്, അതായത് 3 ദിവസത്തെ ട്രെക്കിംഗ് ആണെങ്കിൽ 3 ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് വരും. നമ്മുടെ കൂട്ടത്തിലൊരു കുക്ക് ഉണ്ടാകും. സോ പുള്ളിയാണ് നമുക്ക് എല്ലാ ദിവസവും ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കുക്ക് ചെയ്ത് തരുന്നത്. എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് വയറ് ഫുള്ളാവുന്ന രീതിയിലുള്ള നല്ല ഫുഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതാണ് കേട്ടോ നമ്മുടെ മിരാക്കംബൈ ഹട്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. സോ ഡേ 2 ഓഫ് മൗണ്ട് മെറു ട്രെക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എത്ര പെട്ടെന്നാണല്ലേ കാലാവസ്ഥ മാറിയേക്കുന്നത്. നമ്മൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കാലാവസ്ഥയല്ല ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡി ഹീറ്റ് ആയത് കാരണം നമുക്ക് ആ തണുപ്പ് പിന്നെ കുറഞ്ഞു തുടങ്ങി. പക്ഷെ ഒരിടത്ത് നിന്ന് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പ് കയറും. നമ്മുടെ ഹൈക്കിങ്ങിൽ ഇവർ കൂടുതലായിട്ട് പറയുന്നത് മെല്ലെ പോലെ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എത്ര മെല്ലെ നടക്കുന്നോ അത്ര നന്നായിട്ട് നിങ്ങൾക്ക് ഈ ട്രെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എലിവേഷൻ കയറുന്നതിനനുസരിച്ച് നമുക്ക് ലോ ക്ലൗഡ്സ് വിസിബിൾ ആയി തുടങ്ങി. ലോ ക്ലൗഡ്സ് അത്രയും അടുത്ത് നിന്ന് കാണുന്നത് നമുക്കൊരു മാജിക്കൽ ഫീലിംഗ് ആണ് തരുന്നത്. നിങ്ങൾ ഈ മരങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് ഡേ നമ്മൾ പ്യോർ ഫോറസ്റ്റിൻ്റെ കൂടെ വരുമ്പോൾ അത്രയും വലിയ മരങ്ങളൊക്കെ ഗ്രാജുവലി എലിവേഷൻ കൂടുന്നതിനനുസരിച്ച് മരങ്ങളുടെ വലുപ്പം ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. സോ നമ്മൾ സാഡിൽ ഹട്ടിലോട്ട് ഏകദേശം എത്തി. നമ്മളിനി ഇവിടുന്ന് ഒന്ന് ലഞ്ച് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അക്ലിമൈസേഷൻ ഹൈക്കിന് പോവുകയാണ്. ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അത്യാവശ്യം വയറ് ഫുള്ളാകാൻ പാകത്തിന് കാർബ്സും പ്രോട്ടീനും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലഞ്ച് തന്നെയായിരുന്നു. ഇത് നമ്മുടെ സാഡിൽ ഹട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നെടുത്ത വീഡിയോ ആണ്. സോ മരങ്ങളുടെ ഉയരമൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങി. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഉച്ചയാണ് എങ്കിലും നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് അക്ലിമൈസേഷൻ ഹൈക്കിന് സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മുടെ അക്ലിമൈസേഷൻ ഹൈക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരു 3 കിലോമീറ്റേഴ്സോ വരുള്ളൂ. സോ നമ്മൾ അക്ലിമൈസേഷൻ ഹൈക്ക് ചെയ്യുന്നത് ലിറ്റിൽ മെറുവിലോട്ടാണ്. അത് അക്ലിമൈസേഷൻ ഹൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ ഹൈ ഓൾട്ടിറ്റ്യൂഡുമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഹൈക്കാണ്. അതായത് നമ്മുടെ ബോഡീനെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലിറ്റിൽ മെറു എത്തി. ഇതിൻ്റെ ഹൈറ്റ് വരുന്ന 3820 മീറ്റർ ആണ്. കയറാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലിറ്റിൽ മെറു വരെ ഒരു കുഴപ്പമില്ല, സാധാ ഹൈക്ക് ചെയ്യുന്ന മാതിരി ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഈ പോയിന്റ് ചെയ്യുന്നതാണ് മൗണ്ട് മെറു. നാളെ ഇതാണ് നമുക്ക് കയറേണ്ടത്. പിന്നെ അടുത്തതാണ് ഈ പോയിന്റ് ചെയ്യുന്നതാണ് കിളിമഞ്ചാരോ. കുറച്ചു നേരം മൗണ്ട് മെറുവിൽ ടൈം സ്പെൻഡ് ചെയ്ത് ഈ ലോ ക്ലൗഡൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി. തിരിച്ച് സാഡിൽ ഹട്ട് എത്തിയപ്പോഴത്തേക്കും ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫുഡൊക്കെ കഴിച്ചു. ഇനി റെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നാളെ.